കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഷിയാസ് എയർ കയറി പറഞ്ഞില്ലേ? അതെ. അനസ് പെരുമ്പാവൂർ ഗുണ്ടയാണോ ഉണ്ടയാണോ എന്നാണ് ഇപ്പൊ എന്റെ ചോദ്യം. ഞാൻ വേറെ കേസ് പറയാം. അനസ് പെരുമ്പാവൂർ റിലേറ്റഡ് ഒരു വീഡിയോ 2-3 ദിവസമായിട്ട് ഞാൻ ചെയ്യുന്നുണ്ട്. 2-3 വീഡിയോസ് ഞാൻ ചെയ്തു. എനിക്ക് തോന്നുന്നത് 3ാമത്തെ വീഡിയോ ആണ്. എന്താണെങ്കിലും എനിക്ക് 1-2 കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഈ കോളുകൾ വിളിക്കുന്നവരോടാണ് പറയാനുള്ളത്, ഗുണ്ടകളാണെങ്കിലും ഒരു എന്താ പറയുക, കുറച്ചെങ്കിലും ഒരു എത്തിക്സ് കാണിക്കണേ. വിളിക്കുമ്പോൾ ഒരുമാതിരി മറ്റേ +19 എന്നൊക്കെ പറഞ്ഞ നമ്പർന്നല്ലേ. സംഗതി ഗൾഫിൽ നിന്ന് വിടുന്ന തോന്നുന്നുണ്ട് കേട്ടാ. എനിക്ക് ചന്നം പിന്നെ കോളുകൾ വന്നിട്ടുണ്ടായിരുന്നു. ഞാനതല്ലേ, നമ്മളെ നാട്ടിലെ ഗുണ്ടകളൊക്കെ ഗൾഫിലാ. ഒരു കോളെ ഞാൻ അറ്റൻഡ് ചെയ്തിട്ടു. ആദ്യം വന്ന കോൾ തന്നെ ആയിട്ട്, കാരണം ഗൾഫിൽ നിന്നൊക്കെ എൻ്റെ ഫ്രണ്ട്സ് വിളിക്കാറുണ്ട്. അപ്പോൾ ഞാൻ അറ്റൻഡ് ചെയ്ത ടൈമിൽ അനസ് പെരുമ്പാവൂരിനെ കുറിച്ച് നീ വീഡിയോ ഇടണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു അനസ് പെരുമ്പാവൂരിനെ കുറിച്ചിട്ടെന്നല്ല, ഇനിയിപ്പോൾ അനസ് പെരുമ്പാവൂരിൻ്റെ ആരെ കുറിച്ചിട്ടാണെങ്കിലും ഞാൻ വീഡിയോ, പ്രധാനമന്ത്രി മുഖ്യമന്ത്രിനെ കുറിച്ചിട്ട് അടക്കം അവിടെ വീഡിയോ ഇടാറുണ്ട്. പിന്നെയാണ് ഒരു അനസ് പെരുമ്പാവൂർ എന്ന് പറഞ്ഞു. അതിൽ നീ ഒന്നും കൂടി ഒന്ന് ഇടുമെന്ന് പറഞ്ഞു. ഞാൻ അപ്പം തന്നെ ഫോൺ കട്ട് ചെയ്തിട്ട് പറഞ്ഞു, മോനെ ഇനി അങ്ങോട്ട് വരുന്നൊക്കെ അനസ് പെരുമ്പാവൂരായിരിക്കും കണ്ടോ എന്ന് പറഞ്ഞു. ഞാനൊരു കേസ് പറയട്ടെ. നമുക്കിവിടെ നമ്മളെ മുന്നിലേക്ക് ബാക്കി ചാനലിലൂടെ വരുന്ന കാര്യവും പിന്നെ നമുക്കറിയാവുന്ന ഡീറ്റെയിൽസൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. ഇപ്പം അതിൽ നമ്മളെ വിളിച്ചിട്ട് നമ്മളെ തീർത്ത് തരണയാണെങ്കിൽ ആദ്യം പറയുന്നു ചാവാൻ പേടിയില്ല. എനിക്കിട്ടോ, ഇയാൾക്ക് പേടിയുണ്ടോന്ന് എനിക്ക് അറിയില്ല. എന്താ പേടിയുണ്ടോ? ചെറിയ പേടിയുണ്ടല്ലേ? ഗുണ്ടകൾ വെറുതെ നമ്മളെ പേടിപ്പിക്കുക മാത്രമല്ല ഉള്ളത്. അല്ല, ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചാവാൻ പേടിയുണ്ടോ അത് പറയും. അപ്പോ ഷിയാസ് എയർ പോയി എന്ന് ഞാൻ പറയാൻ കാരണം, ഒന്നും ഒഴിവാക്കി താളിയ ഗുണ്ടാ നേതാവിനോട് പ്രമുഖ നടൻ ഷിയാസ് കരീം. ഉപദ്രവിക്കരുത് ഗുണ്ടാ നേതാവിനോട് അപേക്ഷിച്ച് ഷിയാസ് കരീം. ഓഡിയോ പുറത്ത്. നടനോ ഗുണ്ടയോ? അനസിന് കൊട്ടേഷൻ വർക്ക് കൊടുക്കുന്നത് ഷിയാസ്. ഗുണ്ടാ തലവൻ അനസിന് കൊട്ടേഷൻ വർക്കുകൾ കൊടുക്കുന്നത് ഷിയാസ് കരീം. ന്യൂസ് 18 കേരളം പിന്നാലെ തമ്മിലിടാൻ ഇവരെ കഴിഞ്ഞ ആൾക്കാരുണ്ടോ. ഷിയാസിനെ അവര് വാണിജ്യം കീറി നമ്മേലിടുന്നുണ്ട്. അപ്പോൾ ഓക്കെ, ഒരു ഏകദേശം 6 മിനിറ്റോളം ഉള്ള ഔറംഗസീബിന്റെയും ഷിയാസ് കരീമിന്റെയും ഒരു ഓഡിയോ ക്ലിപ്പ് ഇവർ സംസാരിച്ചത് ഞാനിവിടെ വെക്കാം. ഏകദേശം ഒരു 16 മിനിറ്റുള്ള വോയിസ് ക്ലിപ്പാണ്, പക്ഷെ അതിൽ ഇമ്പോർട്ടൻറ്റ് ഭാഗങ്ങൾ ഞാനിവിടെ വെക്കാം. ഞാൻ ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായി, നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല ഇന്നലത്തെ വീഡിയോ. ഒരു ഡ്യൂട്ടിയിലായിരുന്നു. ഞാൻ ഇന്നലത്തെ വീഡിയോയിൽ പറഞ്ഞൊരു ഇമ്പോർട്ടൻറ്റ് പോർഷൻ ഞാൻ വെക്കട്ടാ. എനിക്ക് തോന്നുന്നില്ല ഷിയാസിനൊന്നും അനസ് പെരുമ്പാവൂരിൻ്റെ ഈ ട്രാക്ക് റെക്കോർഡ് അറിയാതെ പോയതാണെന്ന് തോന്നുന്നില്ല. അറിയും, ഷിയാസിനൊക്കെ അറിയും, അത് ഉറപ്പാണ്. കാരണം നാട്ടിലുള്ള ആളാണ്, സ്വന്തം നാട്ടിൽ കൂടി ആകുമ്പോൾ എന്താ അനസ് പെരുമ്പാവൂർ എന്നുള്ളത് എല്ലാവർക്കും അറിയുന്നുണ്ടാവില്ല. പക്ഷെ അത് അറിഞ്ഞിട്ടും പോവുക എന്നുള്ളത് ഈ പറഞ്ഞ പോലെ ഉദ്ഘാടനം അരിയായിട്ട് എടുത്ത് ജീവിക്കുന്ന ഒരാളാണ്. അപ്പോൾ അങ്ങനെ ഉദ്ഘാടനത്തിന് പോയി, അയാൾ വരുന്നതുകൊണ്ടില്ലെങ്കിൽ അയാളെ സ്ഥാപനമാണെന്ന് അറിയുമ്പോൾ ഒന്ന് കെയർഫുൾ ആവേണ്ടി വരും. അതാണ് അവിടുത്തെ കാര്യം. ഞാൻ പറഞ്ഞല്ലോ, ഇന്നലത്തെ വീഡിയോ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഷിയാസ് കരീം അറിയാതെ പോകാൻ വഴിയില്ല. കാരണം ഇപ്പം എനിക്ക് എൻ്റെ മലപ്പുറം അങ്ങാടിയിൽ ഇപ്പോൾ ഒരു ഗുണ്ട ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം നമ്മളൊക്കെ അങ്ങനെ ഒരു 10-30 വയസ്സിൽ ജീവിക്കുമ്പോൾ നമുക്കറിയാലോ. ഇപ്പോൾ നമ്മളൊക്കെ ചെറുപ്രായത്തിലുള്ള ഗുണ്ടകളൊന്നും നമുക്കറിയില്ല. ഇപ്പൊ ഗുണ്ടകളില്ല. നമ്മളെ ഒരു വ്യത്യാസമായിട്ട് കണ്ടിട്ടുള്ള എന്ത് പറഞ്ഞാലും പെട്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ല, അയാൾക്ക് എല്ലാം അറിയുമായിരിക്കും. അത് ഷിയാസിനെ അറിയാം. ഇപ്പൊ പെരുമ്പാവൂര് ഒന്നും വേണ്ട, മലപ്പുറത്തിരിക്കുന്ന നമുക്ക് അനസ് പെരുമ്പാവൂരിനെ അറിയാം. കാരണം പല കേസുകളിലായിട്ട് ഇയാളെ പേര് ന്യൂസിലൊക്കെ വരുന്നതാണ്. അപ്പൊ പിന്നെ പെരുമ്പാവൂർ തന്നെയുള്ള ഷിയാസിന് അനസ് പെരുമ്പാവൂരിനെ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വിശ്വസിക്കാൻ പറ്റുന്നത്. ഷിയാസ് പിന്നെ പറ്ററിയില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടുമില്ല. ഷിയാസ് പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ കേസുകളെ കുറിച്ച് വലിയൊരു അറിവില്ല. അങ്ങനെ ഒരു സംഗതി ഷിയാസ് പറഞ്ഞത് ശരിക്കും വളരെ റോങ് ആയിട്ടുള്ള സാധനമാണ്. ശരി, അത് അങ്ങനെ കേൾക്കാതിരിക്കാൻ ഒരു വഴിയില്ല. കാരണം നമ്മളടക്കം, കേരളം അടക്കം, അല്ലെങ്കിൽ മലയാളികൾ ഈ അടുത്ത കാലത്തൊക്കെ ചർച്ച ചെയ്ത കുറച്ച് ഗുണ്ടകളാണ് അനസ് പെരുമ്പാവൂരും പിന്നെ നമ്മളെ മരടനീഷും. ഇതൊക്കെ ചർച്ചകളിൽ വരുന്ന പേരുകളാണ്. ഗുണ്ടകൾ അറിയാന്ന് പറഞ്ഞു വെച്ചിട്ട് നമ്മള് ഗുണ്ടയാവുന്നില്ല അല്ലെ, അറിയെങ്കിൽ അറിയാവുന്ന ധൈര്യമായിട്ട് പറഞ്ഞുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്താണെങ്കിലും ഷിയാസ് ആ ഒരു ഷിയാസിന്റെ ഫോൺ കോൾ കാരണം ഇന്നലെ ഔറംഗസേബാണ് ഇതൊക്കെ തുടങ്ങി വെച്ചത്. ഔറംഗസേബ് വന്നിട്ട് ഷിയാസ് കരീമും സിനിമാ ഫീൽഡിലുള്ള വേറെ കുറച്ച് ആൾക്കാർക്കും ഒക്കെ ഈ പറഞ്ഞ അനസ് പെരുമ്പാവൂരുമായിട്ട് അത്യാവശ്യം നല്ല ബന്ധമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അവരുടെ ആ ഒരു റീലിൽ നിന്നാണ് ഇതൊക്കെ തുടക്കം. റീലൊക്കെ ഞാൻ അവിടെ വെച്ച് ഇതിന് മുമ്പ് വീഡിയോ ചെയ്ത് വെച്ചതാണ്. കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി വെച്ചിട്ടുണ്ട് ഞാൻ. ഈ സൈഡിൽ അത് പ്ലേ ആയിക്കോളും. അതിലെല്ലാവരും ഉണ്ടേ, ശ്വേതാ മേനോൻ അടക്കം, സ്വാസി, എല്ലാവരും ഉണ്ട്. ഇന്നലെ വിനയ് ഫോർട്ട് വന്നിട്ട് ഒരു എക്സ്പ്ലനേഷൻ കൊടുത്തു. അപ്പോൾ ഇവരൊക്കെ ഉദ്ഘാടനത്തിന് കാശ് മേടിച്ച് പോയിട്ട് ഉദ്ഘാടനം ചെയ്തത്. പക്ഷെ ഞാൻ സ്റ്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ പോകുന്ന സ്ഥലവും അല്ലെങ്കിൽ ആ സ്ഥാപനവും അല്ലെങ്കിൽ ആ വ്യക്തിയുടെ ഒരു ട്രാക്ക് റെക്കോർഡ് നിങ്ങൾ അന്വേഷിക്കാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പെടും. ബുദ്ധിമുട്ടാണ്.
പിന്നെ ചില സംഗതികളുണ്ട്, കോയിൻസിഡൻസ് സംഭവിക്കാറുണ്ട്. ചില സ്ഥലങ്ങളിൽ നമ്മൾ പോകുന്ന സ്ഥലത്ത് തന്നെ വേറെ ഒരാൾ വരും, പക്ഷെ നമ്മൾ അവർ തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവില്ല, അന്ന് ആദ്യമായിട്ട് കാണണം. പക്ഷെ ഈ മന്ത്രിമാർക്കൊക്കെ പറ്റാറുണ്ട്, നേരെ പോയിട്ട് പെട്ടു കൊടുക്കും, പിന്നെ ഒരു വഴി ഉണ്ടാവില്ല. അപ്പൊ ഔറംഗസേബ് ഇതിനെക്കുറിച്ച് പറഞ്ഞതിന്റെ, അതായത് ഷിയാസിന്റെ അടക്കമുള്ള സിനിമാക്കാരുടെ ഇൻവോൾവ്മെന്റിനെ കുറിച്ച് പറഞ്ഞതിന്റെ ഒരു ക്ലിപ്പ് ഞാനിവിടെ ഒന്നും കൂടി വിളിക്കാം. ഈ സിനിമാ മേഖലയായിട്ട് എന്താണ് അനസിന് വന്നത്? നിങ്ങളുടെ ടീം എങ്ങനെയാണ് സിനിമാ മേഖലയെ സഹായിച്ചത്? അതിൽ ഇടപെട്ടത് എങ്ങനെയൊക്കെയാണ്? ഇതിനു മുമ്പും ഒരു സിനിമയുടെ ഒരു പ്രൊഡ്യൂസറായിട്ട് അനസിന് ബന്ധമുണ്ടായിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു അടിമകളൊക്കെ ഉണ്ടായിട്ട് ന്യൂസിലൊക്കെ വന്നതാണ്. അതിൽ പിന്നെ ഷിയാസ് കരീമൊക്കെ ആയിട്ട് വർഷങ്ങളായിട്ടുള്ള പരിചയമാണ്. ഇപ്പോൾ ഷിയാസ് കരീം ഈ അടുത്ത ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടായിരുന്നു, അങ്ങനെ പരിചയമില്ല, എയർപോർട്ടിൽ വെച്ച് കണ്ട് പരിചയമുണ്ട്, പെരുമ്പാവൂരാണ്, കേസ് അറിയില്ല എന്നൊക്കെ. അതൊക്കെ പച്ചക്കള്ളമാണ്. ഷിയാസ് കരീമിന് വരെയും അനസ് പറഞ്ഞിട്ട് ഒരു 3 വർഷം മുമ്പ് ഒരു വർക്ക് വന്നിട്ട് നമ്മളെ കൂടി ചെയ്തു കൊടുത്തതാണ്. അത് 3 വർഷം മുമ്പ്. ആ സമയം മുതലേ ഈ സിനിമാ മേഖലയിൽ ഷിയാസ് ഉൾപ്പെടെയുള്ള സിനിമാ പ്രവർത്തകരുമായിട്ട് ബന്ധമുണ്ട്. ഉറപ്പായിട്ടും ബന്ധമുണ്ട്, അനസിന് ബന്ധമുണ്ട്. ഔറംഗസേബ് ഇതിൽ കൃത്യമായി 3 വർഷം മുമ്പ് എന്നൊക്കെ പറയുമ്പോൾ ഔറംഗസേബിന് ആ കാര്യം കൃത്യമായിട്ട് അറിയും, അതിന്റെ പ്രൂഫ് കയ്യിലുണ്ടാവില്ല. ഔറംഗസേബ് തന്നെ ഇതിന് മുമ്പ് വേറെ ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട്, അതിന്റെ വോയിസ് കോൾ റെക്കോർഡ് ആണെങ്കിൽ ഞാൻ കേൾപ്പിച്ചു തരാം. അതെ, അത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഇപ്പോൾ ഷിയാസ് എൻ്റെ ഫ്രണ്ടാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നത് ഷിയാസ് എൻ്റെ ഫ്രണ്ടാണ്. ഞാനപ്പോൾ 2-3 വീഡിയോ ഈ കേസിൽ ചെയ്തതുകൊണ്ട് ഞാൻ അഗൈൻ ഷിയാസിനെ വിളിച്ച് ചോദിച്ചു, ഷിയാസ് ഇത് എന്താണ് വിഷയം, ഓക്കെ അറിയോ ഇല്ലേ, ഒറ്റ കാര്യം അറിയാമെന്ന് പറഞ്ഞു. പക്ഷേ ഷിയാസ് അപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അളിയ എനിക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കര ക്ലോസ് ബന്ധമൊന്നുമല്ല. ഓക്കെ, ഇപ്പം എൻ്റെ ഈ 3 കൊല്ലം മുന്നേ ഉണ്ടായൊരു ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഷിയാസ് എന്നോട് പറഞ്ഞു വെച്ചിട്ടാണെങ്കിൽ ഒരു ഫ്രണ്ടിനൊരു സംഗതി ഉണ്ടായി, പറയാലോ ഒരു ഗുണ്ടേനെ അപ്രോച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ഏത് രീതിയിലുള്ള സംഗതിയാവും എന്നറിയാലോ. അപ്പോൾ അവനൊരു ത്രെട്ട് വന്നു, തിരിച്ചതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഇയാൾക്കറിയുന്നത്, ഷിയാസിന് അറിയുന്നത് ഇപ്പോൾ അനസ് പെരുമ്പാവൂരിനായിരുന്നു. അതുകൊണ്ട് ഞാൻ ആ വഴിക്കൊന്ന് ഡീൽ ചെയ്യാൻ നോക്കി. പിന്നെ ഒരു പേഴ്സണൽ കാര്യം, ഷിയാസ് റിലേറ്റഡ് ആയിട്ടുള്ള വെരി പേഴ്സണൽ, ഷിയാസിൻ്റെ തന്നെ ഒരു ആവശ്യം, അത് പോലീസിലൂടെ തീരില്ല, കാരണം ഷിയാസിന് തന്നെ വേറൊരു കൊട്ടേഷൻ വേറൊരാൾ കൊടുത്തിട്ട് കിട്ടി. ആ കിട്ടിയത് തിരിച്ചൊന്ന് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ആ വഴിക്ക് അനസ് പെരുമ്പാവൂർ വരെ പോയി. ഇങ്ങനെയാണ് എന്നോട് ഷിയാസ് കരീം പറഞ്ഞത്. ഓക്കെ, പക്ഷേ ഈ കാര്യങ്ങളൊക്കെ വ്യക്തമാവണമെങ്കിൽ ഇനിയും ദിവസങ്ങൾ പിടിക്കും, മനസ്സിലായോ? ഇപ്പൊ ഈ കേസിൽ ഞാനാണെങ്കിലും ഷിയാസ് എൻ്റെ ഫ്രണ്ടാണെന്ന് വിചാരിച്ചിട്ട് കംപ്ലീറ്റ് ആയിട്ട് ഷിയാസ് പറഞ്ഞത് വിശ്വസിച്ചിരിക്കാൻ ഞാൻ ഇല്ല. ഓക്കെ, കാരണം ഞാനത് ചെയ്യില്ല. ഇപ്പോൾ ജിത്തുബായി ആണെങ്കിലും എനിക്ക് ക്വസ്റ്റ്യനബിൾ ആയിട്ടോ എനിക്ക് ഡൗട്ടായിട്ടുള്ള ഒരു കാര്യമാണെന്നുണ്ടെങ്കിൽ ഞാനത് ഡൗട്ടിൽ തന്നെ ഇരിക്കും. നിങ്ങൾക്ക് തന്നെ അറിയാലോ എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അപ്പോൾ ഷിയാസ് ആണെങ്കിലും എൻ്റെ ഫ്രണ്ടാണ്, പക്ഷേ ഷിയാസ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ കൂടുതൽ അന്വേഷിക്കും, പുറത്ത് വരുന്ന കാര്യങ്ങൾ വെച്ച് ഞാൻ ഓഡിറ്റും ചെയ്യും. അത് ഷിയാസ് പറഞ്ഞതുകൊണ്ട് ഞാൻ വെള്ളം തൊടാതെ വിശ്വസിക്കുന്നുണ്ട്, പക്ഷേ ഷിയാസ് പറഞ്ഞ കാര്യം എനിക്ക് നിങ്ങളോട് അറിയിക്കണമെന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോൺ കോൾ, ഇതൊരു 16 മിനിറ്റ് ഫോൺ കോൾ, ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 6 മിനിറ്റ് ഞാനിവിടെ വെക്കാതെ നിങ്ങൾ കേൾക്ക്. ഇതിനകത്തുനിന്ന് ഒരു കാര്യം വെരി ക്ലിയർ ആണ്, ഷിയാസും അനസ് പെരുമ്പാവൂരും തമ്മിൽ അറിയാം. അതറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചുമ്മാ ഒരു എന്താ പറയാ പോകുമ്പോ ആ സംഗതിയല്ല. ഞാൻ പറയട്ടെ, എന്റെ നാട്ടുകാരൻ ഇതിൽ എനിക്ക് അനസ് പെരുമ്പാവൂർ അറിയാം. പിന്നെ കൊട്ടേഷൻ പരിപാടികൾക്കൊന്നും ഞാൻ നിൽക്കാറില്ല എന്ന് ഞാൻ പറഞ്ഞു, അതുള്ള കാര്യമില്ല. അല്ല, ഞാൻ ചോദിക്കണ നീ അനസിന് വേണ്ടിയിട്ടാണ് എന്നോട് സംസാരിക്കണത്? അല്ല, അപ്പൊ ഓക്കെ അല്ലാണ്ട് നീ സംസാരിച്ചോ, പ്രശ്നമില്ല. എന്നെ ഒഴിവാക്ക്, ഞാൻ പറഞ്ഞത് നീ എന്നെ ഒഴിവാക്കി തരാനാ ഞാൻ പറഞ്ഞത്. നീ എന്റെ പേര് പോയിട്ട് വലിച്ചയക്കല്ലേ. ഞാൻ ഇപ്പോഴും നിന്നോട് പറയുന്നു, ഞാൻ അനസിന്റെ കൂടെ അല്ല താമസിച്ചത് ദുബായില്. അനസിന്റെ കൂടെ താമസിച്ചത്. ഞാൻ വേണി നിന്റെ എവിടെ വന്ന് വേണി നേരിട്ട് കണ്ടത് നിന്റെ അടുത്ത് എവിടെ ഏത് പള്ളിയോ സത്യം ഇടാം. ഞാൻ അനസിന്റെ കൂടെ അല്ല താമസിച്ചത്. ഞാൻ അനസിനെ ഡിപ്പെൻഡ് ചെയ്തല്ല നിൽക്കുന്നത്. ഞാൻ എന്റെ കാര്യം ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്. ഇപ്പൊ ആദ്യത്തെ ഇന്റർവ്യൂ വരെ മനസ്സ് പറഞ്ഞിട്ടാണ് നീ ആ രീതിയിൽ പറഞ്ഞേക്കണേ, അല്ലാണ്ട് നീ പറയൂല. എനിക്ക് നല്ല ഉറപ്പുണ്ട് ഗ്യാസേ. അനസിന് ഞാൻ കാണാൻ തുടങ്ങിയിട്ട് 8-9 വർഷമായി. അവിടെ എന്തൊക്കെ പറയാം എന്തൊക്കെ സംസാരിക്കുമെന്ന് എനിക്കറിയാം. കോണ്ടാക്ട് ഇല്ല. അനസിന്റെ ഇതിന്റെ പുറത്തുകൾ നിനക്ക് അറിയില്ല എന്ന് പറഞ്ഞ പിന്നെ നീ എന്തിനാ അന്ന് മറ്റേ പൊള്ളാച്ചിയിൽ വെച്ച് അനസിന് വർക്ക് കൊടുത്തിട്ട് ആ വർക്ക് ഞാൻ ചെയ്തത്? ഞാനൊരു കാര്യം പറയട്ടെ, അനസിനെ എനിക്ക് പേഴ്സണലി അറിയില്ല. പിന്നെ എന്തുകൊണ്ടാണ് ആ വർക്കിന്റെ കാര്യം പറഞ്ഞത്? ഞാനിത് ആരുടെ പറയാതിരിക്കാനല്ല, നീ അത് ഇത് പറഞ്ഞാറ് ഞാൻ പറഞ്ഞെന്നുള്ളൂ. എടാ, എനിക്ക് നിന്നെ അറിയാം, അനസിനെ അറിയാം. എനിക്ക് നിന്നെ പിടിച്ചേണ്ട കാര്യമില്ല. നീ അനസായിട്ട് എന്താണ് ബന്ധമെന്നും ഗുണ്ടായുസ സംഘം അനസ് കൊണ്ട് എന്നുള്ള കാര്യം നിനക്ക് അറിയില്ല എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞപ്പോ എനിക്ക് ചിരിയാണ് വന്നത്. നീ അതിന് പറഞ്ഞപ്പോ എനിക്ക് തോന്നി എല്ലാത്തിനും മനസ്സിക്ക അതാണ് അനസിക്ക് വെള്ളം അടിക്കൂല, അവൻ വെള്ളം അടിക്കൂലാന്ന്. അനസ് വെള്ളം അടിക്കൂലാന്ന് നിന്റെ അടുത്ത് ആരാ പറഞ്ഞ? അവിടെ നിന്നോട് ചോദിക്കുമ്പോൾ എനിക്ക് അനസിന്റെ ഗുണ്ടാപ്രവർത്തനം അറിയില്ല എന്ന് പറഞ്ഞു. ഗുണ്ടാപ്രവർത്തനം അറിയാണ്ടാണോ നീ അവിടെ പോയിട്ട് അന്നത്തെ മറ്റേ ഇവിടെ പോയിട്ട് എനിക്ക് വർക്ക് തന്നത്? അനസിന് വർക്ക് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞത് അതിന്റെ തെളിവ് വേണോ നിനക്ക്? വോയിസ് വേണോ? ഞാൻ ഒന്നും കൊടുത്തില്ല, ഞാനതൊന്നും മീഡിയക്ക് കൊടുത്തില്ല. നിന്റെ സംഭാഷണം ഞാൻ മീഡിയക്ക് കൊടുത്തിട്ടില്ല. നീ വർക്ക് ചെയ്യിപ്പിക്കാൻ ഞാൻ മീഡിയക്ക് കൊടുത്തിട്ടില്ല. ഞാനത്ര ചരിത്രവും ഞാൻ കാണിക്കൂല.
മനസ്സിലായോ? അത് ഞാൻ നീ തമ്മിൽ വ്യക്തിപരമായിട്ട് എന്തെങ്കിലും വിഷയമുണ്ടോ? ഇല്ലാത്തത് കൊണ്ടല്ലേ ആ കാര്യങ്ങളൊന്നും കൊടുക്കാത്തത്. അത് ഞാൻ അതാ പറയാം, എന്നെ നീ ഇതിൽ പഠിച്ചോണ്ട് എന്നെ ഇതിൽ വലിച്ചിടില്ല. അല്ല, ഞാൻ നിനക്കൊരു ഉപദേശം തരാം. ഇതിൽ ഞാൻ വലിച്ചിട്ടില്ല, ഞാൻ ഉപദേശം തരാം. നമുക്കൊക്കെ വന്ന അനുഭവം നിനക്ക് ഒരിക്കലും വരാതിരിക്കട്ടെ. നീ ഇപ്പൊ ഒരുവിധം കഷ്ടപ്പെട്ടാണ് വീട് കൊണ്ടുപോകണമെന്ന എല്ലാ കാര്യങ്ങളും നീ പറഞ്ഞ ഞാൻ കേട്ടായിരുന്നു. മാഷാ അല്ലാ, നിനക്ക് ഇനി ഒരു കാര്യം ഇനിയൊരു വർക്കുകളൊക്കെ പിടിച്ച് അനസിന്റെ പുറത്ത് ഇനി അതും ഇനി പുറത്ത് വരൂട്ടാ ഷിയാസെ. ഞാൻ വർക്ക് പിടിച്ചു കൊടുക്കുന്നില്ല. പരിപാടി ഇല്ല. അല്ല, ഇല്ലാന്ന് പറഞ്ഞാൽ നീ അന്ന് പിന്നെ വർക്ക് വെറുതെ എന്നാണ് വർക്ക്. വേറെ എനിക്ക് ആളെ അറിയില്ല. എന്റെ അത് എത്ര വർഷം മുമ്പാണ് ഒന്ന് ആലോചിച്ച് നോക്കി. ആ വർക്ക് വന്ന് എത്ര വർഷം മുമ്പാണ്? 3 വർഷമായില്ലേ? ഞാൻ അങ്ങനെ ആദ്യം പറയേണ്ട മീഡിയക്കാരോട് പറയേണ്ട അതല്ലായിരുന്നോ? ഞാൻ പറഞ്ഞു ആ വോയിസ് ഞാൻ നിന്നെ വെറുതെ കേൾപ്പിച്ചു തരാം. നീ സംസാരിക്കണതും മറ്റോ സംസാരിക്കണതും എനിക്ക് ഇത് ഒഴിവാണ്. അത്രയുള്ളൂ. ഞാൻ അനസിനെ വെള്ളം ഒഴിക്കാനൊന്നും ഞാൻ നിൽക്കുന്നില്ല. നീ അപ്പൊ പിന്നെ എന്ത് ഉദ്ദേശിച്ച ആ വീഡിയോയില് നീ പറഞ്ഞത് അതിനെ ഗുണ്ടാപ്രവർത്തനം ഒന്നും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞ ഉദ്ദേശിച്ചാണെന്ന്? ഞാൻ കാഷ്വലായിട്ട് സംസാരിക്കണ എന്താ, അല്ലാതെ കാര്യം മനസ്സിലാക്ക്. ഈ ഒരു കാര്യം എനിക്ക് അറിയാന്ന് പറയുമ്പോ ഞാൻ പോയത് മനഃപൂർവ്വം പോയാതെ മനസ്സിലാവില്ല. അത് ഓക്കെ. അതുപോലെ തന്നെ മറ്റേ അനസിന്റെ അവിടെ ഇപ്പൊ പാർട്ണർഷിപ്പ് ഇല്ലാന്നൊക്കെ പറഞ്ഞപ്പോ എനിക്ക് നിന്നോട് ദേഷ്യം വന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാ ഷിയാസെ. ഏത് പാർട്ണർഷിപ്പ് ഇല്ലാന്ന്? അല്ല, അതില് അവിടുത്തെ കമ്പനിയില് അനസിന് പാർട്ണർഷിപ്പ് ഇല്ലാന്ന് അതിന്റെ ഓണർ ഒരു വോയിസ് ഇട്ടാണ്. എടാ അതെനിക്കറിയാൻ പാടില്ലോ. അതെനിക്കറിയില്ല. അപ്പൊ പാർട്ണർഷിപ്പ് ഉണ്ടെന്ന് എനിക്കറിയാൻ പാടില്ലേ? എടാ പാർട്ണർഷിപ്പ് ഉണ്ടെന്നാണ് എന്റെ അനസിക്ക പറഞ്ഞത്. ഈ ഒരു കാര്യം മനസ്സിലാക്കി. ഞാൻ അവനെ ഇക്കാണ് വിളിക്കുമ്പോ എനിക്ക് നല്ല ദേഷ്യം തമാശല്ല. പ്രായം പിന്നെ നീ പറഞ്ഞ അനസിന് വല്ലപ്പോഴൊക്കെ എനിക്കതൊക്കെ പറയുമ്പോ എനിക്ക് സത്യം പറഞ്ഞ ഷിയാസ് എനിക്ക് നല്ല ദേഷ്യം തോന്നി. സത്യമായിട്ട് ഞാൻ പുള്ളിയെ കണ്ടാൽ 2 വട്ടം കണ്ടിട്ടുള്ളൂ. വീട്ടിൽ വന്നപ്പോ കണ്ടല്ലേ അനസിന്റെ വീട്ടിൽ വന്നിട്ട്? പിന്നെ 2 വട്ടം ദുബായിൽ വെച്ചാൽ അതിന് മുമ്പ് നീ കണ്ടല്ല? ഇല്ലില്ല, വല്ലാതെ കണ്ടിട്ടില്ല. ഞാൻ ഇപ്പൊ എന്നെ വിളിക്കാൻ വേണ്ടിയാണ് ഞാൻ പോയി ഇന്റർവ്യൂ എടുത്തത്. അല്ല, എനിക്ക് അനസിനെ വിളിപ്പിക്കേണ്ട ആവശ്യമില്ല. അല്ല, അതില് നീ പറയണ്ട പുള്ളി അവിടെ ബിസിനസ് എടുത്ത് ജീവിക്കുന്നു, പുള്ളി വളരെ മാന്യനാണ്, പുള്ളി വെള്ളം അടിക്കൂല. ഞാൻ പിന്നെ എന്താ പറയണേ? ഞാൻ കുറ്റം പറയണം? അല്ല, കുറ്റം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു കാര്യം കൊടുത്താൽ പെരുമ്പാവൂരുകാരനാണ് നീന്നുണ്ടെങ്കിൽ പെരുമ്പാവൂര് ഒരാളവന് സപ്പോർട്ടായിട്ട് നിൽക്കണമെന്ന് ഓർക്കണ്ട. അതൊക്കെ അറിയാമോ നിനക്ക്? ഞാനൊരു കാര്യം പറയാം. ഞാൻ ഈ ശത്രുക്കൾ ഉണ്ടാക്കാൻ എനിക്ക് താല്പര്യമില്ല. ഔറംഗസേബ്, ഞാൻ നിന്നെ വല്ല കുറ്റം പറഞ്ഞോ? നിന്നെ വല്ല പറഞ്ഞു? നീ വീഡിയോ കണ്ടോക്കി. നിങ്ങൾ തമ്മിലിട്ടുള്ള എല്ലാ പ്ലാനുകളും ഞാൻ നിനക്ക് പറഞ്ഞു തരട്ടെ. അവിടെ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ നിന്നോട് പറയട്ടെ. എന്ത് പ്ലാൻ? അല്ല, ദുബായിൽ നടന്ന എല്ലാ സംഭവങ്ങളും അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഒരുമിച്ച് ഒരു മുറിയിൽ സ്റ്റേ ചെയ്തെന്നു ഞാൻ പറഞ്ഞ നീ നിശ്ചയിക്കണി. ഞാൻ തെളിവ് തരയാണെങ്കിൽ എന്റെ പൊന്ന് ഔറംഗസേബിന്റെ പേര് നൗഫൽ എന്നല്ലേ? അതെ നൗഫലിനെ വിളിച്ചത്. ചെയ്തിട്ടില്ല. എന്റെ പൊന്നല്ലേ, ഞാൻ സ്റ്റേ ചെയ്തിട്ടില്ല. എന്റെ ഉമ്മാണ് സത്യം, ഞാൻ സ്റ്റേ ചെയ്തിട്ടില്ല. നീ ഇവനെ എഴുതി വെച്ചോ? അല്ല, ഓക്കെ അങ്ങനെ തന്നെ ഇരിക്കട്ടെ, അതിന് വ്യത്യാസമൊന്നുമില്ല. പിന്നെ ഞാൻ എന്റെ പുള്ളിയുടെ നമ്പറില്ല. ഒരു കാര്യം മനസ്സിലാക്കി. അനസിന്റെ നമ്പർ ഷിയാസിന്റെ ഇല്ലാന്ന് അനസിന്റെ നമ്പർ ഷിയാസിന്റെ ഇല്ലാന്ന് ഷിയാസ് എന്നോട് പറയല്ലേ? നീ പറഞ്ഞ ഇത്ര നേരം ഞാൻ വിശ്വസിച്ചാണ്ടാ. ഒരു നമ്പർ എന്റെ വിളിച്ചാൽ കിട്ടുന്നില്ല. അങ്ങനെ പറ നമ്പർ ഇല്ലാന്ന് പറയണ. ഒരു മാസം മുമ്പ് വരെയും ഞാനും പുള്ളി അത്ര ചങ്കാർന്നു. ആ വീഡിയോയില്ലേ ഞാൻ പുള്ളിനെ അറിയൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ കുറ്റക്കാരനായി മനസ്സിലാവും. ഞാൻ എല്ലാം അറിഞ്ഞുകൊണ്ടാണ് ഉദ്ഘാടനത്തിൽ പോയെന്ന് മനസ്സിലാവും. ഞാൻ പറഞ്ഞു പറഞ്ഞാല് അനസ് പെരുമ്പാവൂർ എന്ന വ്യക്തി എനിക്കറിയാം, എന്റെ നാട്ടുകാരെന്ന് എനിക്കറിയാം. പക്ഷെ പുള്ളി ഒരു ഗുണ്ടാണെന്ന് വീഡിയോയിലൊക്കെ ഇങ്ങനെ കാണുന്നുണ്ട്. ഞാൻ മൈൻഡ് ചെയ്യാറില്ല. കാരണം എനിക്ക് പൈസ തന്നോണ്ട് ഞാൻ പോയി ഉദ്ഘാടനം ചെയ്തു. ഇതാണ് ഞാനവിടെ പറഞ്ഞത്. അതില് അനസിനെ ഞാൻ വിളിപ്പിക്കാൻ നോക്കിയിട്ടില്ല, നിന്നെ ഞാൻ കുറ്റം പറഞ്ഞില്ല. നീ ആ വീഡിയോ ചെയ്തപ്പോ ഞാൻ അടുത്ത വീഡിയോ ചെയ്യണമെന്ന് ഓർത്താണ് യാസെ. ആ വോയിസ് വിട്ടിട്ട് നീ എനിക്ക് തന്നെ അനസിന് വഴി എനിക്ക് നീ വർക്ക് തന്നിട്ടുണ്ടല്ലോ, അനസ് വഴിയാളെ വർക്ക് തന്നെന്ന് പറഞ്ഞിട്ട് ആ വോയിസ് എല്ലാം എന്റെ ഭാഗ്യത്തിൽ ഞാൻ എല്ലാം എടുത്ത് വെച്ചിട്ട് നിൽക്കുള്ളൂ. നിനക്ക് അറിയാലോ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോ അത് ഇടാന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പൊ നിന്റെ കോൾ വന്നാൽ നന്നായി പടച്ചോന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇനി ഷിയാസ് കരീം ഇതിനെ കുറിച്ചിട്ട് കുറെ ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. മൂവി വേൾഡ് വീഡിയോയിൽ പറഞ്ഞ ഒരു കാര്യം കൂടി വെക്കാം. എനിക്കറിയുന്ന ആള് എനിക്ക് അവിടെ പരിപാടിക്ക് എനിക്ക് പൈസ തരുന്നു, ഞാൻ പോകുന്നു. വേറെ എനിക്ക് പുള്ളിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയേണ്ട ആവശ്യമില്ലല്ലോ. ഇപ്പം ഞാൻ ഇക്കാടെ ഓഫീസിൽ ഉദ്ഘാടനം വന്നിട്ടുണ്ട്. അതെ, വന്നു പോന്നു. ഞാൻ എന്താന്നുള്ള കണ്ടിട്ടുള്ളൂ. ഇക്കാടെ പഠിക്കേണ്ട ആവശ്യം എനിക്ക് വരുന്നില്ല. ഇനിയിപ്പോൾ ഒരു കോൺട്രവേഴ്സി വന്നാലും എൻ്റെ പേര് വന്നു കഴിഞ്ഞാൽ എനിക്കറിയാം ഞാൻ ഒന്നും തെറ്റ് ചെയ്തിട്ടില്ല. ഇക്കാര്യം ഞാൻ നമ്മൾ തെറ്റായിട്ടുള്ള ഡീലിംഗ് ഇല്ലെങ്കിൽ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. സിമ്പിളാണ്, ഇത്രേ ഉള്ളൂ പരിപാടി. ഷിയാസ് ഇതിൽ നിന്നാ മതി. ഷിയാസിന്റെ ഭാഗത്തുനിന്ന് ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടായിട്ടില്ല. ഷിയാസ് അവിടെ നിന്നോ, ബാക്കിയുള്ളവർ കണ്ടുപിടിക്കട്ടെ. ഞെട്ടിക്കുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറരുത്. അല്ല, ഞാൻ പറയുമ്പോ ഷിയാസ് എന്ത് അറിയോ, ഇതില്
അപ്പോൾ ഷിയാസ് പറയാണ്, ഷിയാസിന് ആ ഉദ്ഘാടനത്തിന് പോയതും പിന്നെ ഒന്ന് രണ്ട് കാര്യങ്ങൾക്ക് അപ്രോച്ച് ചെയ്തതും, ആ 2 കാര്യങ്ങൾ എന്താണെന്നുള്ളത് ക്ലിയർ ആക്കിയിട്ട് ഇപ്പോൾ പോലീസ് കേസായി അവിടെ പറയാം. ഇതിപ്പോൾ എന്താ പറയുക, ഇനി ഇല്ല ഇവരിത് പറഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് നിങ്ങളെ പ്രസ് ചെയ്യാണ്, നാളെ നിങ്ങളുടെ പഴയ ഏതെങ്കിലും വോയിസ് എടുത്തിട്ടാണെങ്കിൽ അപ്പോൾ അതിനൊരു ക്ലാരിഫിക്കേഷൻ, അതിനെന്തെങ്കിലും പ്രൂഫ് കൊടുക്കാനുണ്ടെങ്കിൽ ആ പ്രൂഫും കൊടുത്തു കഴിഞ്ഞാൽ ഷിയാസിൻ്റെ ഭാഗം ക്ലിയറായി. അല്ലാതെ ഷിയാസിനെ ഇപ്പോൾ ഈ ന്യൂസുകാരെല്ലാവരും കൂടി പിടിച്ചിട്ട് ഈ പറഞ്ഞ സ്വർണ്ണക്കടത്ത് അല്ലെങ്കിൽ ഷിയാസിനെ പിടിച്ചു കൊടുത്തിട്ട് മറ്റേ എന്താ പറയുക കൊട്ടേഷൻ പിടിച്ചു കൊടുക്കുന്ന ഗുണ്ടകൾക്ക് കൊട്ടേഷൻ പിടിച്ചു കൊടുക്കുന്ന സിനിമാ നടൻ എന്നൊക്കെ ആക്കി കഴിഞ്ഞാൽ ഇവിടെ നമ്മളെ ആറാട്ടെണ്ണനാവില്ല, ആറാട്ടെണ്ണനാവില്ല. പക്ഷെ റിയൽ ലൈഫിൽ അണ്ടർവേൾഡ് കിങ് കളിക്കുന്ന ഒരുപാട് സിനിമാ നടികളും കുറവൊന്നുമില്ലടേ. നടന്മാരും നടികളും പ്രൊഡ്യൂസേഴ്സും ഡയറക്ടേഴ്സും ഒക്കെ സിനിമാ ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറച്ചധികം മലയാളത്തിൽ കുറച്ച് കുറവെന്നല്ല, കുറച്ചേ ഉള്ളൂ, വിരലുണ്ടാവുന്നതേ ഉള്ളൂ. ഇത് ബോളിവുഡ് അല്ലല്ലോ, ഇത് മോളിവുഡ് അല്ലേ. അപ്പം അങ്ങനെയാണ് പൊതുവേ ജനങ്ങൾക്കൊരു ധാരണയുണ്ടല്ലോ ഈ സിനിമ ഗാങ്സ്റ്റർ ഗുണ്ട അങ്ങനെയൊക്കെ സെറ്റപ്പ് ഭയങ്കര എന്താ അന്തർധാര സജീവമാണെന്നുള്ളൊരു തിങ്കിങ് ഉണ്ടല്ലോ. അതുകൊണ്ട് അങ്ങനെ രീതിയിൽ ആളുകൾ ഇത് എടുക്കാം. ഓക്കെ, ഞാൻ പറയുന്നത് ഷിയാസ് എന്ന ഫ്രണ്ട് ഇതിലൊന്നും ചെയ്യില്ല അല്ലെങ്കിൽ ഇങ്ങനെയൊന്നും പോവില്ല എന്നുള്ള ഒരു നമ്മൾ വിശ്വസിക്കുകയാണ്. പക്ഷെ അനസ് പെരുമ്പാവൂർ എന്ന് പറഞ്ഞ പേരും പിന്നെ ഈ പറഞ്ഞ ആദ്യം ഷിയാസ് പറഞ്ഞ കാര്യങ്ങൾ, അതായത് അനസിനെ അവിടെ കണ്ടിട്ടുള്ളൂ, ഇവിടെ ചെയ്തിട്ടുള്ളൂ, ആദ്യം ഈ 3 വർഷം മുന്നത്തെ കാര്യം, ഇതൊക്കെ ഷിയാസിന് ആദ്യം പറയായിരുന്നു. ഇത്രയും ഈ 2-3 വീഡിയോ അല്ലെങ്കിൽ ഔറംഗസേബിനെ കൊണ്ട് ഈ ഒരു ഓഡിയോ ഒക്കെ പുറത്താവുന്നതിന് മുമ്പ് തന്നെ ഞാൻ ഇന്ന സ്ഥലത്ത് കണ്ടു, എൻ്റെ ലൈഫിലൊരു 2 പ്രശ്നം വന്നപ്പോൾ ഞാൻ ആ പ്രശ്നം ക്ലിയർ ആക്കാൻ വളരെ ക്ലീൻ ആയിരുന്നു ഷിയാസിന്. ഞാൻ പറഞ്ഞല്ലോ ഇത്രയും നടന്നിട്ടുള്ളൂ. അവിടെയൊക്കെയാണ് ഈ പറഞ്ഞ രീതിയിലൊരു ഡൗട്ട് എലമെന്റ്. അത് ഇനി ഒരു മനുഷ്യൻ പേടിച്ചിട്ട് പറയാം. ഷിയാസ് പറഞ്ഞ ആ ഓഡിയോയിൽ തന്നെ ഉണ്ട്, അളിയാ ഞാൻ ഇയാളെ അറിയാം അല്ലെങ്കിൽ ഞാനിങ്ങനെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിതിന്റെ ഭാഗമെന്ന് പേടിച്ചിട്ട് നാട്ടുകാർ ഇനി അങ്ങനെ കാണുമെന്ന് വിചാരിച്ചുകൊണ്ടും ഉണ്ടാ. അത് പക്ഷെ ഒരു ന്യായീകരണമല്ല, അതൊരിക്കലും എന്തല്ല ഒരു എക്സ്ക്യൂസ് അല്ല. ശരിക്കും ഷിയാസ് അത് പറയാത്തോണ്ടാണ് ഇപ്പൊ ഈ കടന്ന് ഇങ്ങനെ വേർക്കേണ്ടി വരുന്നത്. അതെ, അത് ശരിക്കും ഷിയാസ് പറയേണ്ടിയിരുന്നു. ഇപ്പൊ എന്താ പറയുക, ഇപ്പൊ അതും പറയേണ്ട അവസ്ഥയായി, ആ പറഞ്ഞതിന് തെളിവ് കാണിക്കേണ്ട അവസ്ഥയായി. എന്നാലും നാട്ടുകാർ വിശ്വസിക്കില്ല, ഈവൻ നമ്മൾ വരെ വിശ്വസിക്കണം. ആൾക്കാർക്ക് ഇങ്ങനെ ഒരു തോന്നൽ വരും, അപ്പൊ അന്ന് പറഞ്ഞാണോ ശരി ഇന്ന് പറഞ്ഞാണോ ശരി, തെളിവ് കാണിക്കണം എന്ന് പറഞ്ഞു. ഇപ്പൊ അത് പറയേണ്ട അവസ്ഥയായി, അതിന് തെളിവ് കാണിക്കേണ്ട അവസ്ഥയായി, ഇത് ആളുകളെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടി. അന്നത് പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഇന്നിപ്പോ ആ ഭാഗം മൈൻഡ് ചെയ്യാണ്ട് എന്തെങ്കിലും അവിടെ നടന്നോട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ അതല്ല ആലോചിക്കുന്നത്. ഈ അനസ് പെരുമ്പാവൂരിന്റെ വിഷയത്തിൽ ഫിറോസ് കുന്നപ്പറമ്പിൽ പോയിട്ടുണ്ട്, കുറെ പേര് അനസ് പെരുമ്പാവൂരുണ്ട് മെന്റലിസ്റ്റ് ആദ്യം കെട്ടിപ്പിടിച്ച് ബോസ് എന്ന് പറഞ്ഞ ഫോട്ടോ ഇട്ടിട്ടുണ്ട്. മലബാർ ഗോൾഡിൻ മറ്റേ മലബാർ ഗ്രൂപ്പിന്റെ ഫൈസൽക്ക, ഇവർക്ക് ആർക്കും ഒരു കുഴപ്പമില്ല. ഷിയാസിനാണോ? ഇതുകൊണ്ടൊക്കെ തന്നെയാണ് നമ്മള് ഷിയാസ് ഇങ്ങനെ ഒരു സംഭവം ഷിയാസ് ഞാൻ ആലോചിച്ചു ആകാശത്ത് കൂടി പോണ വള്ളി ഫുള്ള് ഷിയാസിന്റെ കഴുത്തിലാണല്ലോ വീഴുന്നത്. ഇപ്പൊ കുറച്ചായിട്ട് മൂപ്പരാണ് എല്ലാ വള്ളികളും ഏറ്റെടുക്കുന്നത്. അപ്പൊ ഓക്കെ ഗൈസ്.